ഹായ് എസ് എൽ ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമാണ്, അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു പെൺകുട്ടി നിങ്ങളെക്കുറിച്ച് എപ്പോഴും ആലോചിക്കണം എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും. അവൾ എപ്പോഴും എന്നെക്കുറിച്ച് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷവും, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. ഇവിടെ അങ്ങനെ നിങ്ങൾ എപ്പോഴും ആലോചിക്കുകയാണെങ്കിൽ മറ്റൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ആലോചിക്കുന്ന സമയത്തൊക്കെ നിങ്ങളെ അവർ മിസ് ചെയ്യും എന്നുള്ളതാണ്. നല്ല രീതിയിലാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളെക്കുറിച്ച് എപ്പോഴും അവർ ചിന്തിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ മിസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള 2-3 കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അവരെ വിളിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് തന്നെ നിങ്ങൾ സംസാരിക്കുക. കുറച്ച് ഫണ്ണി ആയിട്ടോ അങ്ങനെ കുറച്ച് തമാശകളൊക്കെ പറയുക. തമാശകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത്തരത്തിൽ കുറച്ചൊക്കെ തമാശകൾ പറയുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, നല്ല ഹ്യൂമർ സെൻസ് ഉള്ള ഒരു പേഴ്സൺ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഇരിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും അവർക്ക് പിന്നെ ഉണ്ടാവുക. അപ്പോൾ ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീണ്ടും വീണ്ടും കാണാനും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും ബ്രേക്ക് ആവരുത്, എപ്പോഴും സംസാരിക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കും എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾ മുന്നേ സംസാരിച്ച കാര്യങ്ങളൊക്കെ എപ്പോഴും അവരിങ്ങനെ ആലോചിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ നല്ല കോംപ്ലിമെന്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരാളെ പെട്ടെന്ന് കണ്ടപാടെ ചെന്നിട്ട് എല്ലാ കോംപ്ലിമെന്റ്സും കൊടുത്തു കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല അല്ലേ? അതായത് ജസ്റ്റ് ഒരു കോംപ്ലിമെന്റ് ഒക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ഒരാളെ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത്, ഇന്നത്തെ ഈ ഒരു ഡ്രസ്സിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഇടയിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കയറി എന്തെങ്കിലും കുഞ്ഞു കോംപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്കുക. കോംപ്ലിമെന്റ് കിട്ടുന്നത് പെൺകുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അവരുടെ ആ ഒരു ഭംഗിയെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ്, അവരുടെ കഴിവ്, ഇതിനെക്കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളിത്തരത്തിലുള്ള കോംപ്ലിമെന്റ്സ് നൽകണം എന്നൊക്കെ അവർ വിചാരിക്കും. പക്ഷെ ഒറ്റയടിക്ക് എല്ലാം പറയരുത്, മെല്ലെ മെല്ലെ പതിയെ പതിയെ പറയുക. അതും ഒറ്റ ദിവസത്തിൽ തന്നെ പറഞ്ഞ് തീർക്കരുതെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം ഒരു കോംപ്ലിമെന്റ് ഒക്കെ മതി, അതൊക്കെ ധാരാളമാണ്. അപ്പോൾ അത്രയൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അത്തരത്തിൽ കോംപ്ലിമെന്റ്സ് ഒക്കെ ഇടയ്ക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അത് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും വീണ്ടും വീണ്ടും സംസാരിക്കണം തോന്നിപ്പിക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ മിസ് ചെയ്യുകയും, അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും, ഓരോ കോംപ്ലിമെന്റ്സും അവർ ആലോചിക്കുകയും നിങ്ങൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത് അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ആൾ ശ്രമിക്കുകയൊക്കെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത കോംപ്ലിമെന്റ് കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ കോംപ്ലിമെന്റ്സ് കൊടുക്കാനായിട്ട് എപ്പോഴും മനസ്സിലാലോചിക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുക. ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടായിരിക്കണം, സ്വന്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ഇങ്ങനെയുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണിക്കുക. ഇപ്പോൾ ബിസിനസ് ആണെങ്കിലും ജോലിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതെല്ലാം കൃത്യമായ രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് കാണിക്കാം. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുന്നുണ്ട്, അതായത് നിങ്ങൾ സെൽഫ് കെയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടുതൽ നിങ്ങളുടെ വർക്ക് നന്നായിട്ട് പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് കഴിയും എന്നൊക്കെ അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നിങ്ങളോട് ഭയങ്കര അട്രാക്ഷൻ തോന്നും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ തോന്നാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഇത്രയും ഒക്കെ ചെയ്യാൻ കഴിവുള്ള ഒരാളാണോ എന്നൊക്കെ തോന്നാറുണ്ട്. കഴിവുള്ള ഒരാളോട് നമുക്ക് എപ്പോഴും ഒരു ആരാധനയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഭയങ്കര വലിയ രീതിയിലുള്ള കഴിവുകളൊന്നും വേണമെന്നില്ല. പക്ഷേ ഉള്ള കഴിവുകൾ നല്ല രീതിയിൽ നിങ്ങൾ ഇമ്പ്രൂവ് ആക്കുകയും അതിന് ആ ഒരു സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ശ്രമിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങളെയും നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ അവർക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അവർ ആലോചിക്കും, അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, വീട്ടിൽ പറയും. ഇങ്ങനെയൊക്കെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ നിങ്ങളെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. അങ്ങനെ ചിന്തിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഈ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ കാര്യങ്ങൾ ചെയ്താൽ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ നിങ്ങളെ ഇനി പരിചയപ്പെടാൻ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സായിട്ട് ആരും ഉണ്ടാവില്ല. അവർ പറഞ്ഞിട്ട് തന്നെ നിങ്ങളോട് വല്ലാത്തൊരു പരിചയവും ഇഷ്ടമൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അത്രയും നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്